സിനിമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനിയടുത്താണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആണെങ്കിൽ അനി വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ അവന്തികയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മോനാണെങ്കിൽ അവന്തികയെ കല്യാണം കഴിക്കണം, അവന്തികയ്ക്കാണെങ്കിലും മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കാൻ താല്പര്യമില്ല, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അപ്പം അവൾക്ക് അതിനോടൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ഇരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ മോഡേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുവന്നേ ഉള്ളൂ. പക്ഷേ മോളെ അവൾക്ക് നമ്മളെ നയനയുടെ കണക്കുള്ള ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അനിയാണെങ്കിൽ അതിനൊട്ടും സമ്മതിക്കുന്നതൊന്നുമില്ല കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഞാനാണെങ്കിൽ എൻ്റെ പെങ്ങളെ കണക്കേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അവളെ അങ്ങനെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്നെ കൊണ്ട് അവളെ ചിന്തിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ അനിയാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് മുത്തശ്ശിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. ശരിയാ മുത്തശ്ശൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഞാൻ അങ്ങനെയൊന്നും അവളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, പിന്നെ നിനക്ക് എന്താ വേണ്ടത്, നിനക്ക് നന്ദുവിനെ കല്യാണം കഴിക്കാനാണോ നിനക്ക് താല്പര്യമെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ അതൊരിക്കലും നടക്കത്തില്ല മോനെ. എന്തായാലും ഞാനും മുത്തശ്ശിയും കൂടെ കനകയുടെ അടുത്ത് പോയി സംസാരിക്കുകയും ചെയ്തേയില്ലേ, ഇപ്പോൾ അവർക്കും അതിനോട് താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ലെന്നല്ലേ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നിൻ്റെ ജീവിതം നീ എന്താ ഇങ്ങനെ കൊണ്ട് കളയാനാണോ നിനക്ക് താല്പര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അനിയടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അവിടെ എല്ലാവരും കൂടെയൊക്കെ നമ്മൾ അനിയാണെങ്കിൽ ബ്രെയിൻ വാഷൊക്കെ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ അനിയാണെങ്കിലും അവന്തികയെ കല്യാണം കഴിക്കാനൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടാണെങ്കിൽ പിന്നെ നമ്മൾ നന്ദുവും പറയുന്നുണ്ട്, ശരിയിടാ എന്നാൽ നീ അവന്തികയെ കല്യാണം കഴിക്കാനൊക്കെ ഇങ്ങനെ നന്ദുവും ഇങ്ങനെ ബ്രെയിൻ വാഷൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അനിയാണെങ്കിലും അവന്തികയെ കല്യാണം കഴിക്കാനൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ഈ അവസരം മുതലാക്കിയിട്ടാണെങ്കിലും നമ്മൾ നവീനാണെങ്കിലും നമ്മൾ നന്ദുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയൊക്കെ നവീനും നമ്മളെ കനകയെടുത്തും ഗോവിന്ദൻ്റെ അടുത്തൊക്കെ പോയി സംസാരിച്ചിട്ട് അങ്ങനെ അവർക്കും ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് നവീനെ കൊണ്ട് നന്ദുവിനെ കല്യാണം കഴിക്കാനൊക്കെ വേണ്ടി. അങ്ങനെ പിന്നെ നവീനും നന്ദുവായിട്ടുള്ള കല്യാണവും അവന്തികയും അനിയായിട്ടുള്ള കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമയത്താണെങ്കിൽ നമ്മൾ അവിടെ അനന്തപുരിയിൽ ആർക്കും അറിയത്തില്ല നമ്മളെ അവന്തികയുടെ സ്വഭാവങ്ങളും ക്യാരക്ടറും ഒന്നും അറിയത്തില്ല. നാഗേന്ദ്രൻ്റെ കണക്കുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ആണെന്നുള്ള കാര്യമൊന്നും മുത്തശ്ശിക്കാണെങ്കിലും ആ വീട്ടിലാണെങ്കിലും ആർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരും മുമ്പിലാണെങ്കിലും നമ്മൾ അവന്തികയാണെങ്കിൽ നല്ല രീതിയിൽ നല്ലൊരു കൊച്ചിൻ്റെ കണക്കൊക്കെ നല്ല അഭിനയിച്ചൊക്കെ നിൽക്കുമല്ലേ. അങ്ങനെ ആ ഒരു സത്യം നമ്മൾ എന്തായാലും അനന്തപുരിക്കാരെല്ലാവരും അറിയാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ നമ്മളെ രേഖാചിത്രം നാഗേന്ദ്രൻ്റെ രേഖാചിത്രമാണെങ്കിലും നമ്മൾ അനിക്കാണെങ്കിലും അതുപോലെ തന്നെ നന്ദുവിനൊക്കെ കൈമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് എങ്ങനെയോ നമ്മളെ നവ്യയുടെ കയ്യിലും ഈ നമ്മളെ നാഗേന്ദ്രൻ്റെ രേഖാചിത്രമൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇവരെ രീതിയിലൊക്കെ ഇവർ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നവ്യയാണെങ്കിൽ ഈ ഫോട്ടോ കിട്ടുന്ന സമയത്ത് നവ്യ ഇങ്ങനെ ആലോചിക്കുന്നത്, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആലോചനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം നവ്യ ചിന്തിക്കുന്നുണ്ട്, ഇത് വേറെ എവിടെയല്ല, ഞാനാണെങ്കിൽ കണ്ടത് നമ്മളെ ജലജയുടെയൊക്കെ കല്യാണ ഫോട്ടോയ്ക്കകത്താണ് നമ്മൾ നാഗേന്ദ്രൻ്റെ ഈ ഒരു ചിത്രം നമ്മൾ നവ്യ കാണുകയൊക്കെ ചെയ്യുന്നത്. നവ്യ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇത് കറക്റ്റായിട്ടൊന്ന് ആരാണെന്ന് അറിയണമല്ലോ, എന്തായാലും ഇത് മുത്തശ്ശനൊന്ന് കാണിച്ചു കൊടുത്താൽ അറിയാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നവ്യയാണെങ്കിൽ അതിന് ചിന്തിക്കുന്നുണ്ട്, ഞാനിത് എങ്ങനെ കൊണ്ട് മുത്തശ്ശൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യും. മുത്തശ്ശനാണെങ്കിൽ എന്നെയാണെങ്കിൽ ഇവിടെ എല്ലാവരും ഞാൻ അവരെ ഒരു ശത്രുവിനെ കണക്കല്ലേ ഇവരെല്ലാവരും കാണുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളും അറിയുകയും വേണമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ മുത്തശ്ശൻ എന്താ വിചാരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നവ്യയാണെങ്കിൽ ആ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു രേഖാചിത്രം കൊണ്ട് നമ്മൾ മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ നവ്യ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവ്യയാണെങ്കിൽ ഈ ചിത്രം കൊണ്ട് നമ്മൾ മുത്തശ്ശൻ്റെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. പോയിട്ട് ചോദിക്കുന്നുണ്ട്, അത് മുത്തശ്ശ എനിക്കൊരു കാര്യം അറിയണം, ഈ ഒരു ഫോട്ടോയിലുള്ളത് ആരാണെന്നൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഫോട്ടോ കാണുന്ന സമയത്ത് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇവൻ്റെ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് കിട്ടി, ഇതൊരു രേഖാചിത്രമാണല്ലോ എന്നൊക്കെ നമ്മൾ നവ്യ എടുത്ത് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്, ഞാനാണെങ്കിൽ കാര്യം ചോദിച്ചതല്ലേ ഉള്ളൂ, ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ ക്രിമിനലിൻ്റെ ഫോട്ടോ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നവ്യ ചോദിക്കുന്നുണ്ട്, ക്രിമിനലോ മുത്തശ്ശൻ എന്താ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, 10-22 വർഷം മുമ്പ് ഞാൻ ഇവിടെ നിന്ന് ഇവനെ പടിയിറക്കി പിണ്ടമാണ് ഇവനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നവ്യ പറയുന്നുണ്ട്, എന്താ മുത്തശ്ശൻ പറയുന്നത്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നിനക്ക് ചിലപ്പം ഇത് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സന്തോഷമാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശൻ പറയുന്നത് വയ്ക്കുന്ന സമയത്താണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് വേറെ ആരുമല്ല, ഇത് നിൻ്റെ അമ്മായപ്പനാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ മുത്തശ്ശൻ പറയുന്നത്, എന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്, അത് വേറെ ആരല്ല, ജലജയെ താലി കെട്ടിയ നാഗേന്ദ്രനാണെന്ന് പറയുന്നുണ്ട്, അബിയുടെയും അവന്തികയുടെ അച്ഛനാണെന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ ഇയാളാണോ അബിയുടെയൊക്കെ അച്ഛനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇവൻ തന്നെ, ഈ ദ്രോഹി ഇവൻ തന്നെ ആണെന്നൊക്കെ പറയുന്നുണ്ട്, ചതിയും വഞ്ചകനെയും മാത്രം കൂടെയുള്ള ഒരുത്തനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നുണ്ട്, ഇപ്പം അബി എങ്ങനെയാണ് അതേ സ്വഭാവം തന്നെ ആയിരുന്നു ഇവൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം മാത്രം അബിയുടെ ഇവനിക്ക് കിട്ടിയിട്ടില്ല, പെണ്ണുപിടി മാത്രം ഇവനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ എല്ലാവരെയും ചതിക്കാനും വഞ്ചിക്കാനൊക്കെ ഇവന് ഏറ്റവും മിടുക്കനാണെന്നൊക്കെ നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇനി ഇവനിക്ക് പെണ്ണുപിടികളുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നവ്യയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, ഓഹോ ചുമ്മാതല്ല, അബിക്കാണെങ്കിൽ AN ജ്വല്ലറിയിലാണെങ്കിൽ മാനേജറിൻ്റെ
വെൽവിഷറിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഒളിഞ്ഞു കിടക്കുന്ന ആ ഒരു വലിയ സത്യം ഇതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒളിഞ്ഞിരിക്കുന്ന കിങ് ഓഫ് കോബ്ര അപ്പം ഇയാളാണല്ലോ എന്നൊക്കെ നമ്മൾ നവ്യയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യയാണെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ആദർശേട്ടനെ അറിയിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നവ്യയുടെ കൂട്ടുകാരിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എടി ഞാൻ ആ സത്യം കണ്ടുപിടിച്ച് ആ കിങ് ഓഫ് കോബ്ര ആരാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നവ്യയുടെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, അത് ആരാടി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് വേറെ ആരുമല്ലടി, അത് അബിയുടെ അച്ഛനാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ നവ്യ. ജലജ എന്ന് പറയുന്ന ആ വിഷജന്തുവിൻ്റെ ഭർത്താവാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നവ്യയുടെ കൂട്ടുകാർ ചോദിക്കുന്നത്, അയാളാണെങ്കിൽ മരിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നവ്യ പറയുന്നത്, ഇല്ലടി അയാളാണെങ്കിൽ പണ്ട് ഇവിടുന്ന് നാട് വിട്ട് പോയെന്നൊക്കെയാണ് പറഞ്ഞ് വേറെ കല്യാണം കഴിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത്, എന്താണെന്നൊന്നും കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ നമ്മൾ നവ്യ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടന് മുമ്പാണെങ്കിൽ ഒരു രേഖാചിത്രമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്പോഴത്തേക്കും നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു. അപ്പം അന്ന് അയാളൊരു മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഈ പോലീസിനെയൊക്കെ സഹായിക്കുന്ന രേഖാചിത്രമൊക്കെ വരച്ചു കൊടുക്കുന്ന ആദർശേട്ടൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, സേവിയർ എന്ന പേര്. അപ്പോൾ അയാളാണ് ഇപ്പം ആദർശേട്ടനെ ഈ ഒരു ചിത്രം വരയ്ക്കാൻ സഹായിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ കറക്റ്റ് ജലജയുടെ ഭർത്താവിൻ്റെ അതേ കണക്ക് തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണോ അയാൾ ഇരിക്കുന്നത് ആ ഒരു ഇത് തന്നെയാണ് ഈ ഫോട്ടോയിലും കറക്റ്റ്. ആ മൂക്കും കണ്ണും എല്ലാം അയാളെ പോലെ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ നവ്യ. അങ്ങനെ നമ്മൾ നവ്യയുടെ ഫ്രണ്ട് പറയുന്നത്, ചുമ്മാതല്ലേ അബിക്കാണെങ്കിൽ ജ്വല്ലറിയിലാണെങ്കിൽ ഈ മാനേജറിൻ്റെ പോസ്റ്റും ഇത്ര ഒരു അവിടത്തേക്ക് ഒരു സ്ഥാനവും കാര്യങ്ങളൊക്കെ അവനിക്ക് കിട്ടിയതല്ല, അത് ഈ പൊട്ടനിക്ക് അങ്ങനെ ഈ ഒരു സ്ഥാനവും കാര്യങ്ങളും കിട്ടത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യയുടെ കൂട്ടുകാരിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, നീ എന്തായാലും എനിക്കൊരു സഹായം ചെയ്യണം, നീ എത്രയും പെട്ടെന്ന് ആദർശേട്ടനെ ആണെങ്കിൽ ഈ നാഗേന്ദ്രൻ ആരാണെന്നും ഈ കിങ് ഓഫ് കോബ്ര ആരാണെന്നൊക്കെ നീ എത്രയും പെട്ടെന്ന് ആദർശേട്ടനെ അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നവ്യയുടെ ഫ്രണ്ട് പറയുന്നത്, അതൊക്കെ ഞാൻ ഏറ്റെടി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവ്യയുടെ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നാണെങ്കിലും മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെസ്സേജ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സേവിയറിൻ്റെ കയ്യിലാണ് കിട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം സേവിയർ ആണെങ്കിൽ നമ്മൾ ആദർശനെ വിളിക്കുന്നുണ്ട്. ആദർശനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആദർശൻ എനിക്കൊരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു നമ്പർ ഫോണിൽ നിന്നൊക്കെ മെസ്സേജ് വന്ന് വെൽവിഷറിൻ്റെ ഒരു നമ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാ കാര്യങ്ങളൊക്കെ അറിയിപ്പിക്കുന്നു, അവരാരാണെന്ന് കണ്ടുപിടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അത് ആരാണെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ പറയുന്നുണ്ട്, അത് വേറെ ആരുമല്ല ആദർശിൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ കൂട്ടുകാരിയുടെ നമ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ആദർശ് പറഞ്ഞു, ഓ ആ കുട്ടിയുടെ നമ്പറാണോ, അപ്പം ഈ കാര്യങ്ങളെല്ലാം നവ്യയ്ക്ക് അറിയായിരിക്കുമല്ലോ, അപ്പം നവ്യ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ ആ കുട്ടിയുടെ കൊണ്ട് ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കുന്നതെന്നൊക്കെ നമ്മൾ ആദർശ് പറയുന്നുണ്ട്. ഇവർ പറയുന്നുണ്ട്, അത് ഉറപ്പായിട്ടും നവ്യയും കൂടെ അറിഞ്ഞിട്ട് തന്നെയാണ് നവ്യയാണ് നിങ്ങളെ മറിഞ്ഞിരുന്ന് സഹായിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ കോൾ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത സമയത്ത് തന്നെ ഒരു ദിവസം 10-15 വട്ടം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, അപ്പം എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നവ്യയ്ക്കാണെങ്കിൽ അബിയുടെ ചതിയും കാര്യങ്ങളെല്ലാം മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങളെ മറിഞ്ഞിരുന്ന് സഹായിക്കുന്നത് അതുകൊണ്ടാണല്ലോ എന്നൊക്കെ നമ്മൾ ആദർശാണെങ്കിൽ സേവിയറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സേവിയർ പറയുന്നുണ്ട്, എന്തായാലും ആദർശ് ഒരു കാര്യം ചെയ്യണം, ഇപ്പോൾ എന്തായാലും നവ്യയുടെ അടുത്ത് നിങ്ങൾ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞതെന്നും ഒന്നും നിങ്ങൾ പറയരുത്, കാര്യം ഇനിയും അവരിൽ നിന്ന് ഒരുപാട് തെളിവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനുണ്ടെന്നൊക്കെ നമ്മൾ സേവിയർ ആണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.